നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ടക്കൊല കേസിൽ 1 മുതൽ 8 വരെ പ്രതികളടക്കം 14 പേരെ കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുകയാണ്. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് CBI കോടതി വിധിയിൽ വ്യക്തമാക്കി. ശിക്ഷിക്കപ്പെട്ട 14 പേരിൽ 6 പേർ CPMന്റെ പ്രധാന നേതാക്കളാണ്. കുറ്റക്കാരായവർക്ക് ശിക്ഷ ജനുവരി 3-ന് പ്രസ്താവിക്കുമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകൻ CPM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A പീതാംബരൻ, കൊലപാതകം കൃത്യം നടത്തിയ സജി C ജോർജ്, KM സുരേഷ്, K അനിൽകുമാർ, ജിജിൻ R ശ്രീരാഗ്, A അശ്വിൻ, സുബീഷ് എന്നിവർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. T രഞ്ജിത്ത്, K മണികണ്ഠൻ, ഉദുമ മുൻ ഏരിയ സെക്രട്ടറി, A സുരേന്ദ്രൻ, KV കുഞ്ഞിരാമൻ, ഉദുമ മുൻ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, രാഘവൻ വെളുത്തോളി, മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി, KV ഭാസ്കരൻ എന്നിവരാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മറ്റുള്ളവർ. എറണാകുളം മുൻ CBI കോടതി ജഡ്ജ് N ശേഷാദ്രിനാഥനാണ് വിധി പ്രസ്താവിച്ചത്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഉത്തരവ്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വിവിധ കുറ്റങ്ങളാണ് 1 മുതൽ 24 വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2019 സെപ്റ്റംബർ 30-നാണ് കേസന്വേഷണം CBIക്ക് വിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതോടെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഇതിനെതിരെ സംസ്ഥാന സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷെ അവിടെയും അന്വേഷണം CBIക്ക് വിടാനുള്ള തീരുമാനം ശരിവെച്ചതോടെ CBI അന്വേഷണം ഏറ്റെടുത്തു. 2 വർഷത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 2021 ഡിസംബർ 3-ന് CBI അന്വേഷണ സംഘം കൊച്ചിയിലെ CBI കോടതിയിൽ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. CPI നേതാവ് ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ അടക്കം 24 പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. കേരളത്തെ ഞെട്ടിച്ച പെരിയയിലെ രാഷ്ട്രീയ കൊലപാതകത്തിൽ വിധി വരുന്നത് സംഭവത്തിന് 6 വർഷം തികയാറാകുമ്പോഴാണ്. കോളിളക്കം സൃഷ്ടിച്ച കേസിൽ പ്രതികളായത് മുഴുവൻ CPI നേതാക്കളും പ്രവർത്തകരും. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണ് കുടുംബാംഗങ്ങളുടെ നിയമ പോരാട്ടത്തിലൂടെ CBIയുടെ കയ്യിലേക്ക് എത്തിയത്. ചോര വീണ മണ്ണിൽ കോൺഗ്രസുകാർ ഇങ്ങനെ എഴുതി വെച്ചു: ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ ചോര വീണ സന്തോഷത്തെയും സമാധാനത്തെയും വെട്ടിനുറക്കിയ മണ്ണിൽ 1000 കൃപേഷും ശരത് ലാലും പിറവിയെടുക്കും. നിങ്ങളുടെ പോരാട്ടത്തിന്റെ പാതയിലൂടെ മൂവർണ്ണ കൊടിയേന്തി ഇനി ഞങ്ങളുണ്ടാകും. ആ എഴുത്ത് വെറുതെയായിരുന്നില്ല. പെരിയയിൽ ഇപ്പോഴും കൃപേഷിന്റെയും ശരത് ലാലിന്റെയും സ്മരണകളുണ്ട്. 2019 ഫെബ്രുവരി 17-ന് കല്യാട്ടെ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങളിലായിരുന്നു അന്ന് കൃപേഷും ശരത് ലാലും. കല്യാട്ട് ഏച്ചിലടക്കം റോഡിൽ ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ഒരു സംഘം ആയുധങ്ങളുമായി ചാടിയെത്തി വെട്ടുകയായിരുന്നു. വെട്ടേറ്റ കൃപേഷ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അടുത്തുള്ള പറമ്പിൽ കുഴഞ്ഞു വീണ് രക്തം വാർന്നു മരിച്ചു. ശരത് ലാൽ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയും ജീവൻ വെടിഞ്ഞു. പിന്നീട് കേരളം കണ്ടത് CPM പ്രവർത്തകരുടെ അറസ്റ്റ്. പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ, സുഹൃത്തും സഹായിയുമായ CJ സജി എന്നിവരെ അടുത്ത ദിവസം തന്നെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെയുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ സംസ്ഥാന സർക്കാർ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ഇതോടെ പ്രതികളുടെ എണ്ണം കൂടി. CPM ഉദുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ K മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ എന്നിവരടക്കം 14 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. എന്നാൽ CBI എന്ന ആവശ്യത്തിനായി ഇരകളുടെ കുടുംബങ്ങൾ കോടതി കയറി. എതിർത്ത് സർക്കാരും. ഹൈക്കോടതിയും കടന്ന് സുപ്രീം കോടതിയിലും കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടതോടെ CPM വെട്ടിലായി. ഒടുവിൽ CBI അന്വേഷണത്തിൽ പിന്നെയും 10 പേരെ കൂടി പ്രതി ചേർത്തു. ഉദുമ മുൻ MLAയും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരായിരുന്നു പ്രതികൾ. കുഞ്ഞിരാമൻ ഉൾപ്പെടെ 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. ആകെയുള്ള 24 പ്രതികളിൽ 16 പേർ ഇപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലിലാണ്. കിച്ചു, ജോഷി എന്ന വിളിപ്പേരുകളിൽ അറിയപ്പെട്ടവരായിരുന്നു കൊല്ലപ്പെട്ട കൃപേഷും ശരത് ലാലും. കോൺഗ്രസ് ശക്തി കേന്ദ്രമായ കല്യാട്ടെ സജീവ പ്രവർത്തകർ. പ്രിയപ്പെട്ടവർക്കുള്ള നീതിക്കായി കാത്തു നിൽക്കുകയായിരുന്നു 6 വർഷമായി ഈ നാട്.